അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മടിയൊക്കെ കാരണം നിസ്കാരം നഷ്ടപ്പെടുത്തുകയോ നിസ്കാരം ഉപേക്ഷിച്ചിരിക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ ഇനി ഒരിക്കലും നിസ്കാരം നഷ്ടപ്പെടുത്തുകയോ നിസ്കരിക്കാതെ ഇരിക്കുകയോ ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തിട്ട് വേണം വീഡിയോ കാണാൻ. ഇന്നലത്തെ ഇസ്ലാമിക് ക്വിസിൻ്റെ ആൻസർ ഉഹുദ് യുദ്ധമായിരുന്നു. അത് കുറേ പേരും കറക്റ്റായിട്ട് കമൻറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ഖുർആനിലെ ജിസ്സു എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന്. ഖുർആനിലെ ഓരോ പേജിൻ്റെ മുകളിലും ഇതുപോലെ അറബിയിൽ ജുസ്ഇൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഓരോ ജുസ്സു കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ കോളത്തിൽ ജുസ്സു നമ്പർ ഇങ്ങനെ അടയാളപ്പെടുത്തിയേക്കും. ഏകദേശം നമ്മൾ 10 പേപ്പർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ഒരു ജുസ്സു ആവുന്നത്. ഇന്നത്തെ ഇസ്ലാമിക് ക്വിസ് ചോദിക്കാം. ഒരു നബിയുടെ കാലഘട്ടത്തിലെ ജനങ്ങൾ കുരങ്ങന്മാരായി പോയിട്ടുണ്ടായിരുന്നു. ആ നബിയുടെ പേരെന്താണ്? ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ആൻസർ അറിയാവുന്നവർ കമൻറ്റിൽ എഴുത്. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ആൻസർ പറയാം. ഇനി ഞാൻ നിസ്കാരത്തെ പറ്റി പറയാം. നമ്മളിൽ പലരും നിസ്കരിക്കാതെ ഇരിക്കുന്നതിന് ഒരേ ഒരു റീസണേ ഉള്ളൂ, മടി. അല്ലാതെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബിസി ആണെന്നോ നമുക്ക് മക്കളുണ്ടെന്നോ നമ്മുടെ മക്കൾ സ്കൂളിൽ പോകണമെന്നോ അതൊന്നും ഒരു റീസണേ അല്ല. കാരണം ഞാൻ പറയാം, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ മക്കൾ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് രാവിലെ ജോലി ചെയ്യുന്നു, പിന്നെ മക്കൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുക്കുന്നു, കുഞ്ഞു മക്കളെ നോക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു, നമ്മൾ എടുക്കാതിരിക്കത്തില്ല. നമ്മൾ എങ്ങനെയായാലും എടുക്കും. ഇല്ലെങ്കിൽ ആ സമയം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വിളിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ പറ്റുന്ന നമുക്ക് എന്താണ് അള്ളാഹു തന്ന 24 മണിക്കൂറിൽ നിന്ന് നമുക്ക് കുറച്ച് സമയം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റാത്തത്? സ്വയം തന്നെ നമ്മൾ നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്ക്. ഒരു ഫോൺ കോൾ എടുക്കാൻ പറ്റുന്ന നമുക്കെന്താ നിസ്കരിക്കാൻ പറ്റാത്തത്? ഒരു നിസ്കാരത്തിന് കൂടിപ്പോയാൽ ഒരു 8 മിനിറ്റ് അത്രയൊക്കെ ആവത്തുള്ളൂ. എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? നമ്മുടെ മടിയല്ലേ അതിന് റീസൺ? നമുക്ക് എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റും. നമ്മളെ തിരക്കുകളും ഒന്നും ഒരു റീസണേ അല്ല. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി, നമുക്ക് നിസ്കരിക്കാൻ പറ്റും. ഞാൻ നിസ്കരിക്കാതെ ഇരിക്കുന്നതിനെക്കുറിച്ച് ഹദീസിലും ഖുർആനിലും പറയുന്നതൊക്കെ പറഞ്ഞു തരാം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിസ്കരിക്കാതെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ നല്ല പേടിയും വിഷമവും ഒക്കെ വരും. പക്ഷേ നിങ്ങൾ വിഷമിക്കുകയോ പേടിക്കുകയോ ഒന്നും വേണ്ട. കാരണം അള്ളാഹു ഏറ്റവും വലിയ കാരുണ്യവാനും എല്ലാ തെറ്റുകളും പൊറുക്കുന്നവനുമാണ്. ഇതുവരെ നിങ്ങൾ എന്തായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി തൊട്ട് നിങ്ങൾ നേരെ ആയാൽ മതി. അള്ളാഹുവിൻ്റെ അടുത്ത് ഇതുവരെ ചെയ്തു പോയ തെറ്റുകൾക്കും നിസ്കരിക്കാതെ ഇരുന്നതിനുമെല്ലാം മാപ്പ് ചോദിച്ച് തൗബ ചെയ്യണം. നിങ്ങൾ ഇതുവരെ ചെയ്ത തെറ്റുകളെല്ലാം നിങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് കരയുന്ന രീതിയിൽ നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഖുർആനിക് ആയത്ത് പറഞ്ഞു തരാം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. സൂറത്തുൽ സുമറിലെ 53-ാമത്തെ ആയത്താണിത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹി ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എൻ്റെ ദാസന്മാരെ, നിങ്ങളുടെ തന്നെ നേരെ നിങ്ങൾ അതിക്രമം ചെയ്തവരെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകരുത്. തീർച്ചയായും അള്ളാഹു എല്ലാ പാപങ്ങളും ക്ഷമിക്കുന്നു. തീർച്ചയായും അവൻ ഏറെ ക്ഷമിക്കുന്നവനും കരുണാനിധിയും ആകുന്നു. ഇനി നിസ്കരിക്കാതെ ഇരിക്കുന്നതിനെക്കുറിച്ച് ഹദീസിൽ പറയുന്നത് കേൾക്കാം. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് 82-ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യന് കുഫറും ഷിർക്കും തമ്മിലുള്ള അതിർത്തിയാണ് നിസ്കാരമെന്ന്. ഷിർക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിനോട് മറ്റുള്ളവരെ പങ്കു ചേർക്കുന്നു. കുഫർ എന്ന് പറയുന്നത് അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ. അപ്പോൾ അതിനർത്ഥം എന്താണ്? നിസ്കരിക്കാതെ ഇരിക്കുന്നവരും ഷിർക്ക് ചെയ്യുന്നവരും കുഫറും എല്ലാം ഒന്നാണെന്ന്. ഇനി സുനാൻ ഇബ്നു മാജയിലെ ഹദീസ് 4034 നോക്കാം. അബൂദർദ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഫർള് നിസ്കാരവും ഉദ്ദേശപൂർവ്വം വിട്ട് കളയരുത്. ആരെങ്കിലും അത് ഉദ്ദേശപൂർവ്വം വിട്ട് കളഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്നും അവൻ പുറത്തായിരിക്കും. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മളിൽ പലരും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് വിചാരിച്ചിരിക്കുന്നത് നിസ്കാരം ഖളാ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ നിസ്കാരത്തെ മാറ്റി നിസ്കരിക്കുന്നതാണെന്നാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണം, അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളിനി നിസ്കരിക്കണമെങ്കിൽ മഫ്തേക്ക് അയച്ച് ഒന്നും എടുക്കണ്ടേ, അതൊക്കെ പാടല്ലേ, വീട്ടിൽ ചെന്നിട്ട് ഖളാ ആയി നിസ്കരിക്കാമെന്ന്. അങ്ങനെ നിസ്കരിക്കാനേ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ പാപമാണ്.
നിസ്കാരം ഉപേക്ഷിക്കുന്നതും നിസ്കാരം ഇങ്ങനെ കളായി നിസ്കരിക്കാമെന്ന് വിചാരിക്കുന്നതും ഒന്ന് തന്നെയാണ്. നമ്മൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോവുകയോ ചെയ്താലേ നമുക്ക് കളാ നിസ്കാരം നിസ്കരിക്കാൻ പറ്റൂ എന്ന് ഹദീസുകളിൽ പറയുന്നുണ്ട്. നമ്മൾ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയ നിസ്കാരം വലിയ തെറ്റ് ആണെന്നാണ് ഖുർആനിലും ഹദീസുകളിലും പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തുപോയ തെറ്റിന് തൗബ ചെയ്യണം. മദ്ഹബുകൾ പ്രകാരം നമ്മൾ മനഃപൂർവ്വമല്ലാതെ ഉറങ്ങിപ്പോയതോ മറന്നുപോയതോ ആയ നിസ്കാരത്തിന് വരെ ഖളാ വീട്ടണമെങ്കിൽ മനഃപൂർവ്വം നിസ്കരിക്കാതെ ഇരുന്നവനും ഖളാ വീട്ടണമെന്ന് പറയുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നിസ്കാരം കറക്റ്റ് സമയത്ത് നിസ്കരിക്കാതെ ഇരിക്കുന്ന ആളും നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളും ഒരുപോലെയാണ്. അത് രണ്ടും വലിയ തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിസ്കാരം നഷ്ടപ്പെടുത്തരുത്. ഇനി എവിടെ പോയാലും അവിടെ നമ്മൾ നിസ്കരിക്കാൻ സൗകര്യമുണ്ടാക്കി നിസ്കരിക്കണം. പിന്നെ നമുക്ക് ജംഉം കസറുമായിട്ടൊക്കെ കണ്ടീഷനൊക്കെ വെച്ചിട്ട് നിസ്കരിക്കാൻ പറ്റും. അതിനൊക്കെ നമ്മൾ ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെയും നമുക്ക് നിസ്കരിക്കാൻ പറ്റും. ഇനി ജാമിഅ തിർമിദിയിലെ ഹദീസ് 413 കൂടെ പറഞ്ഞു തരാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനിൽ നിന്ന് കേട്ടതാണ്, ഖിയാമത്ത് നാളിൽ ഒരാൾക്ക് അവൻ്റെ പ്രവർത്തികളിൽ ആദ്യം ചോദിക്കപ്പെടുന്നത് നമസ്കാരമാണ്. അത് ശരിയായാൽ അവൻ വിജയിക്കുകയും രക്ഷപ്പെടുകയും ചെയ്യും. അത് തെറ്റായാൽ അവൻ പരാജയപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ അവൻ്റെ നിർബന്ധിത നമസ്കാരങ്ങളിൽ കുറവുണ്ടെങ്കിൽ അള്ളാഹു മഹത്വവും മഹിമയും ഉള്ളവൻ പറയും, എൻ്റെ ദാസന് സ്വമേധയ അതായത് സുന്നത്ത് പ്രാർത്ഥനകൾ ഉണ്ടോ? അതിനാൽ നിർബന്ധത്തിൽ ഉണ്ടായ കുറവ് അതിലൂടെ പൂർത്തിയാക്കപ്പെടും. പിന്നീട് അവൻ്റെ മറ്റെല്ലാ പ്രവൃത്തികളും അതുപോലെ ആയിരിക്കും. നിങ്ങളിൽ നിസ്കരിക്കാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ നിസ്കരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് അതിൽ ഒരു ലെറ്റർ എഴുതണം. ഫസ്റ്റ് അള്ളാഹുവേ, ഇനി തൊട്ട് ഞാൻ എല്ലാ നിസ്കാരവും നിസ്കരിച്ചോളാമേ റബ്ബേ എന്ന് പറഞ്ഞ് എഴുതണം. ആ നോട്ട്ബുക്ക് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾ കൊണ്ട് നടക്കണം. നിങ്ങൾക്ക് ദുആകളും ഹദീസുകളും ഖുർആനിക് ആയത്തുകളും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇസ്ലാമിക് ഡേറ്റ്സും എല്ലാം എഴുതി വെക്കണം. ഞാൻ എങ്ങനെയാണ് ഹദീസുകളും ഖുർആനി ആയത്തുകളും ഒക്കെ പഠിക്കുന്നതെന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ ഒരു ദിവസം അങ്ങനെയുള്ള ഒരു വീഡിയോ ഇടാം. ഇനി ഞാൻ സൂറത്തുൽ കാഫിറൂനെ കുറിച്ച് പറയാം. ഖുർആനിലെ 109-ാമത്തെ സൂറത്താണ് ഇത്. ഈ സൂറത്തിന് 6 ആയത്തുകളാണ് ഉള്ളത്. ഈ സൂറത്ത് മക്കയിലാണ് അവതരിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുറൈശിലെ അവിശ്വാസികൾ ഒരു കരാർ കൊണ്ടുവന്നു ഒത്തുതീർപ്പിനായി. 1 വർഷത്തേക്ക് എല്ലാവരും എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കണമെന്ന്. അപ്പോൾ അവതരിക്കപ്പെട്ട സൂറത്താണ് അൽ കാഫിറൂൻ. ഇനി ആ സൂറത്തിൻ്റെ ഓരോ ആയത്തിൻ്റെയും അർത്ഥം നോക്കാം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പറയുക അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. വലാ അന ആബിദും മാ അബത്തും, നിങ്ങൾ ആരാധിച്ചു വന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നുമില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഈ സൂറത്ത് കൊണ്ട് നമ്മൾ തീരുമാനിക്കണം, അള്ളാഹുവിനോട് നമ്മൾ ഒന്നും പങ്കു ചേർക്കരുത്. അള്ളാഹുവിനോടുള്ള വിശ്വാസം നമ്മൾ ഒരിക്കലും കളയരുത്, എത്ര സമ്മർദ്ദം വന്നാലും. മറ്റുള്ളവരെയും മറ്റുള്ളവരുടെ മതത്തെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷേ ഒരിക്കലും നമ്മൾ നമ്മളുടെ വിശ്വാസം വിട്ട് കളയരുത്. നമ്മുടെ മതമാണ് നമുക്ക് ഏറ്റവും വലുത്. അവരുടെ വിശ്വാസത്തിൽ നമ്മൾ ഒരിക്കലും പങ്കുചേരുകയും ചെയ്യരുത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.